അഭിഷേകം എന്ന വാക്ക് എബ്രായ ഭാഷയിൽ മാഷക് എന്ന വാക്കാണ്. മാഷക് എന്ന വാക്കിനർത്ഥം ടു റബ് വിത്ത് ഓയിൽ, എണ്ണ പുരട്ടുക. മറ്റൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, ചില കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കുക. ഇതൊക്കെയാണ് അഭിഷേകം അല്ലെങ്കിൽ അനോയിന്റ് ചെയ്യപ്പെടുക എന്ന വാക്കുകൾ ഉദ്ദേശിക്കുന്നത്. ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി, ചില പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റുക. ചില വ്യക്തികളെയോ ചില സാധനങ്ങളെയോ ഒക്കെ പണ്ട് അഭിഷേകം ചെയ്യാറുണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിലുള്ള ലാമ്പ് സ്റ്റാൻഡ് ഉൾപ്പെടെ മേശ, അവിടുത്തെ എല്ലാത്തിനെയും അവർ അനോയിന്റ് ചെയ്യുമായിരുന്നു, അഭിഷേകം ചെയ്യുമായിരുന്നു. കാരണം അത് മാനുഷിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതല്ല, ദൈവികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാത്തിനെയും അവർ വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് മാറ്റുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അഭിഷേകം എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ അഭിഷേകത്തെ കുറിച്ച് ഒരു വചനം വായിച്ചാൽ യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 27-ാം വാക്യമാണ്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 27. അതിൻ്റെ ഒരു വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അഭിഷേകം നുകങ്ങളെ തകർക്കും. അനോയിന്റിംഗ് വിൽ ഡിസ്ട്രോയ് ദ യോക്ക്. അഭിഷേകം ചെയ്യും, നുകങ്ങളെ തകർക്കും. ഹല്ലേലൂയ. ഈ നുകം എന്ന വാക്ക് സാധാരണഗതിയിൽ കാളകളുടെ മുകളിൽ വയ്ക്കുന്ന ഒരു സാധനമാണ് നുകം. അതായത് കാളയ്ക്ക് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ വണ്ണം, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അത് ഉപയോഗിക്കാൻ പറ്റാതെ, അതിനെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാതെ അതിൻ്റെ മേൽ വയ്ക്കുന്ന ഒന്നാണ് നുകം. എന്നാൽ അവിടെ പറയും, മലയാളം ഭാഷയിൽ പറഞ്ഞ പുഷ്ടി എന്നാണ്. പുഷ്ടി, ഈ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് പുഷ്ടി എന്ന വാക്കാണ്. പുഷ്ടി ഈ നുകങ്ങളെ തകർക്കും. അതായത് നിന്റെ ഫുൾ പൊട്ടൻഷ്യൽ, ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഫുൾ പൊട്ടൻഷ്യൽ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ എന്തെങ്കിലും നിന്നെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്യുന്ന, അതായത് നിനക്ക് ചില എബിലിറ്റീസ് ഉണ്ടാവില്ല. ഉദാഹരണം, എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവില്ല, പക്ഷേ എൻ്റെ മേൽ വന്ന അഭിഷേകം എന്നെ അതിനെ പ്രാപ്തനാക്കി മാറ്റി. ഹല്ലേലൂയ. എന്നെ കൊണ്ട് എൻ്റെ മാനുഷിക ബുദ്ധിയിലോ ശക്തിയിലോ ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പിക്കുന്നതാണ് അനോയിന്റിംഗ്. ഹല്ലേലൂയ. ഈ അഭിഷേകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സാധനമോ ഒന്നുമല്ല. അഭിഷേകം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം, ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അതായത് ദാവീദിനെ ഇസ്രായേലിന്റെ ഭാവി രാജാവാക്കി ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തു. അവിടെ ഇങ്ങനെയാണ്, ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് ദാവീദിന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അടുത്ത വചനം, അഭിഷേകം ചെയ്താൽ എന്നാ സംഭവിക്കുന്നേ? യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. അതായത് അഭിഷേകം എന്ന് വെച്ചാൽ നിന്നെ എംപവർ ചെയ്യുന്ന ഒന്നാണ്. അതെങ്ങനെ എംപവർ ചെയ്യും? ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും. ആ ആത്മാവ് നിന്നെ പലതും സാധിപ്പിക്കുന്ന തരത്തിലേക്ക് നിന്നെ എംപവർ ചെയ്ത് മാറ്റും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സിംപിളി ഇത്രയേ ഉള്ളൂ, അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. നിന്റെ മേലുള്ള പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിനക്ക് ഇന്നലെ വരെ കഴിയാത്ത കാര്യങ്ങളെ നിന്നിലൂടെ ചെയ്തെടുക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അതാണ് അഭിഷേകം. ഹല്ലേലൂയ. അതുകൊണ്ട് അധികമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ നാച്ചുറൽ കപ്പാസിറ്റിക്ക് പറ്റാത്തതിനെ സൂപ്പർ നാച്ചുറലി അക്വയർ ചെയ്യാനാണ് അഭിഷേകം സഹായിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒത്തിരി ഉദാഹരണം കാണാൻ പറ്റും. ഏലിയാവ് എലീശയെ പ്രവാചകനായി അഭിഷേകം ചെയ്യുന്നു. അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ മോശെ അഹരോന്റെ പുത്രന്മാരെയും ദൈവ വേലയ്ക്കായി പുരോഹിതന്മാരായി അഭിഷേകം ചെയ്ത് അവരെ മാറ്റിയതായി കാണാൻ കഴിയും. അതായത് അഭിഷേകം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾക്കായി നിന്നെ മാറ്റുകയാണ്. പിന്നെ നിനക്ക് പഴയതുപോലെ ആയിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിന്റെ മേൽ അഭിഷേകം ഇരിക്കുകയും പിന്നെ നീ പഴയതുപോലെ ജീവിക്കാനും പറ്റത്തില്ല. ഇത് രണ്ടും ഒരുമിച്ച് പോകത്തില്ല. ഹല്ലേലൂയ. കാരണം നിന്നെ മാറ്റാൻ വന്ന അഭിഷേകം നിന്നെ മാറ്റിയിരിക്കും. അതിനകത്ത് നിന്റെ ഒരു വില്ലിങ്നെസ് മാത്രമേ ഉള്ളൂ. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, ദാവീദേ, നിന്നെ ഇസ്രായേലിന്റെ പ്രഭുവായി രാജാവായി ഞാൻ നിന്നെ കണ്ടത് ശമൂവേൽ നിന്റെ വീട്ടിൽ വന്നപ്പോഴല്ല. എപ്പോഴാണെന്ന് അറിയാവോ? നീ 2 ശമൂവേൽ 7:8 നീ എപ്പോഴാണ്? നീ പുൽപ്പുറത്ത് ആടുകളെ നോക്കി നടന്നപ്പോ തന്നെ നിന്നെ ഞാൻ രാജാവായി കണ്ടു. നിന്നെ അന്നേ ഞാൻ ചൂസ് ചെയ്തു. ഇന്നാ നിന്നെ അനോയിന്റ് ചെയ്ത്. ഹല്ലേലൂയ. ദൈവം നിന്നെ ചൂസ് ചെയ്യും, പിന്നീട് നിന്നെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ
നമ്മുടെ ഹീനകാര്യങ്ങളിൽ നിന്ന് നമ്മെ തന്നെ വെടിപ്പാക്കുകയാണെങ്കിൽ നാം ദൈവത്തിന്, യജമാന് പ്രയോജനമുള്ള മാനപാത്രങ്ങൾ ആയിരിക്കും. ഹല്ലേലൂയ. നമ്മെ എല്ലാവരെയും മാനപാത്രമായി ഉപയോഗിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ നമ്മെ തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് വെടിപ്പാക്കേണ്ടതുണ്ട്, ചിലതിൽ നിന്ന് റിസ്ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ദാവീദ് ആ പുൽപ്പുറത്ത് ആടുമേച്ച് നടന്നപ്പോൾ തന്നെ അവൻ വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് അവൻ എപ്പോഴും ആരാധന കൊടുക്കുന്നവനായിരുന്നു. ഒന്നും കണ്ടിട്ടല്ല, ഒന്നും കാണാതെ തന്നെ അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. സങ്കീർത്തനങ്ങളിലൂടെ, സ്തുതികളിലൂടെ ദൈവത്തെ ആരാധിച്ച അവനെ ദൈവം അമ്മയെ കണ്ടിരുന്നു. അവനെ മുൻകൂട്ടി ദൈവം അവിടെ കണ്ടു. അവനെ അഭിഷേകം ചെയ്തത് പിന്നീടാണ്. ഹല്ലേലൂയ. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നീ പല ചെറിയ കാര്യങ്ങളും ചെയ്യുമ്പോൾ, നീ ആ ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തന ദൈവം കണ്ടാൽ നിന്നെ വലിയ കാര്യങ്ങൾക്ക് ദൈവം വിചാരകനാക്കി മാറ്റും. ഹല്ലേലൂയ. എന്നെ വലിയ കാര്യങ്ങൾ കേൾപ്പിച്ചാൽ ഞാൻ ചെയ്യുമെന്നല്ല, നിന്നെ ദൈവം എന്താണോ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് ആ കാര്യം നീ വിശ്വസ്തനാണെങ്കിൽ, ഹല്ലേലൂയ. ആടിനെ മേയ്ക്കാനാണെങ്കിൽ നീ ആടിനെ മേയ്ക്കുന്ന അടുത്ത് ചെന്നായി വരുമ്പോൾ ഒരാടല്ലേ പോട്ടെന്നല്ല, അതിൻ്റെ പുറകെ പോയി അതിനെ പിടിച്ചുകൊണ്ടുവരാൻ നീ തയ്യാറാണെങ്കിൽ, നീ അതിൻ്റെ യഥാർത്ഥ ഇടയനായി നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ വലിയ കാര്യങ്ങൾക്ക് വിചാരകനാക്കും. എന്ന് വെച്ചാൽ ഇന്ന് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന 100 ആടിനെ ആയിരിക്കും, പക്ഷെ നാളെ ലക്ഷങ്ങളായെന്ന ജനങ്ങളെ നിന്നെ ഏൽപ്പിക്കണമെങ്കിൽ നീ ആടിനെ മേയ്ക്കാൻ ആദ്യം വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് നിന്നെ കൂടെ ഇരിക്കുന്ന ആടിനെ ചെന്നായി കൊണ്ടുപോകുമ്പോൾ നീ നോക്കി നിൽക്കുകയാണെങ്കിൽ നാളെ നിന്നെ എങ്ങനെ വിശ്വസിച്ച് ജനത്തെ ഏൽപ്പിക്കും? ഇന്ന് നിന്റെ മുമ്പിൽ ഇരുന്ന ആ ചെന്നായെ ഓടിച്ച് അതിൽ നിന്ന് ആടിനെ വിടുവിക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവത്തിന് മനസ്സിലായി, ഇവനെ വിശ്വസിച്ച് ഒരു ജനത്തെ ഏൽപ്പിക്കാം, അവൻ ശത്രുക്കളിൽ നിന്ന് അവനെ വിടുവിക്കുന്നവനായിരിക്കും, അവനൊരു രക്ഷകനായിരിക്കും. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ കാണുന്ന ദൈവം നിന്നെ ഇന്ന് ഏൽപ്പിച്ച് എന്താണോ ആ ചെറുതിൽ നീ വിശ്വസ്തനാണെങ്കിൽ നീ നാളെ വലിയ കാര്യങ്ങളിൽ വിചാരകനായിരിക്കും. ദൈവം എന്തിനൊക്കെ തനിക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുമോ അതിനെയൊക്കെ ദൈവം അനോയിന്റ് ചെയ്യാറുണ്ട്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ലൂക്കോസ് 4 യേശു പറയുകയാണ്, എളിയവരോട് സദ്വർത്തമാനം പറയുവാനായി. അതെവിടെ പറഞ്ഞ വാക്യമാണ് ഫുൾഫിൽ ചെയ്യുന്നത്? യെശയ്യാവ് 61 പറഞ്ഞ വാക്യം ഫുൾഫിൽ ചെയ്യുകയാണ്. യേശു പറയുകയാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു. എന്തിനു വേണ്ടി? ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ മാത്രമല്ല, താഴോട്ട് വായിക്കുമ്പോൾ ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ, തടവുകാർക്ക് വിടുതൽ നൽകുവാൻ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ, ഇതിനായി, ഈ പർപ്പസിനായി, ഈ ഉദ്ദേശത്തിനായി ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തിയിലെ 10-ാം അധ്യായം 38-ാമത്തെ വാക്യം പറഞ്ഞിങ്ങനെയാണ്, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അതുകൊണ്ട് അവൻ പുറപ്പെട്ടു പോയി രോഗികളെ സൗഖ്യമാക്കി, ബദ്ധന്മാരെ വിടുവിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി. കാര്യം എന്നാ? അവൻ നന്മ ചെയ്തു. കാരണം എന്നാ? അവന്റെ മേലൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ അത് വെറുതെ ആയിരിക്കില്ല, അവിടെ അതിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരിക്കും. കേട്ടില്ല. ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുമ്പോൾ അത് വെറുതെ ഇരിക്കില്ല, അത് മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യണം. ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു. അതുകൊണ്ട് യേശു വെറുതെ ഇരുന്നില്ല. വചനം പറയുന്നത് അവൻ സഞ്ചരിച്ചു. അഭിഷേകം വരുമ്പോൾ നിന്നെ കൊണ്ട് തിരിക്കാൻ പറ്റത്തില്ല. നീ സഞ്ചരിക്കുന്നത് എന്താണ്? രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ നിന്നെ ദൈവം അയക്കുകയാണ്. ഹല്ലേലൂയ. യേശു യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, യേശു അവിടെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് യേശു ഒരു ഭവനത്തിനകത്ത് ഭയന്നിരിക്കുന്ന ജനത്തിനടുത്ത്, ആ സഹോദരന്മാരുടെ അടുക്കിലേക്ക് വാതിൽ തുറക്കാതെ അതിനകത്തേക്ക് കടന്നു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് യേശു പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഓ ഹല്ലേലൂയ. യേശു പറയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്നാലോചിച്ച് നോക്കി, യേശുവിനെ പോലെ പിതാവ് എന്നെ അയക്കണമെങ്കിൽ യേശുവിനെ പോലെ എന്നെ അഭിഷേകം ചെയ്യണം. ഓ ഹല്ലേലൂയ. യേശുവിനെ പോലെ എന്നെ അയക്കണമെങ്കിൽ അതുപോലെ യേശുവിൽ എന്തുണ്ടോ അതെനിക്ക് തന്നാൽ മാത്രമേ എന്നെ യേശുവിനെ പോലെ അയക്കാൻ പറ്റൂ. ഹല്ലേലൂയ.
യേശുവിന് എന്ത് പിതാവ് കൊടുത്തോ അതെനിക്ക് തന്നാലേ യേശുവിനെ പോലെ എന്നെ പിതാവിനെ അയക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വചനം പറയുന്നു, നമ്മെ ഓരോരുത്തരെയും പിതാവ് യേശുവിനെ അയച്ചതുപോലെ നമ്മയും അയച്ചിരിക്കുന്നു. അതിനർത്ഥം പിതാവ് യേശുവിൽ എന്താണോ നിക്ഷേപിച്ചിരുന്നത് അത് നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരണുവിട കുറയാതെ നമ്മളെയും അങ്ങനെ ആക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറയാ, ഞാൻ പോകുന്ന നല്ലത്, ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഇവിടെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങൾ അയക്കുന്നു. അടുത്ത വചനം ശ്രദ്ധിക്കണം. എങ്ങനെ അയച്ചെന്നറിയാവോ? യേശു ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധ ആത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് പറയുകയാണ്, പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം തരാൻ പോവാ. എന്താണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പിനെന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി. എന്റെ ചോദ്യം, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? ഉറക്കെ പറഞ്ഞേ. അവരുടെ മേൽ യേശു പരിശുദ്ധാത്മാവിനെ ഊതിയില്ലേ? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? തീർച്ചയായും അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അവർ റിസീവ് ചെയ്തു. ഇതാണ് അവരുടെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? അവർ ബോൺ അഗൈൻ. അവരുടെ മരണപ്പെട്ടിരിക്കുന്ന ദൈവമായിട്ട് ആക്റ്റീവ് അല്ലാത്ത ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് എൻ്റർ ചെയ്ത ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണത്. അവരുടെ ആത്മാവ് എലൈവായി. ഇതാണ് ബോൺ അഗൈൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതായത് വീണ്ടും ജനിച്ച ഒരു പൈതലിനെ സംബന്ധിച്ച്, ദൈവ പൈതലിനെ സംബന്ധിച്ചോളം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവന്റെ ആത്മാവ് എലൈവാവും. ദൈവവുമായി അവന്റെ ആത്മാവ് ആക്റ്റീവാവും. ഹല്ലേലൂയ. വചനം പറഞ്ഞാണ്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം സംഭവിക്കുന്നത് ഒരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ആണ്. അവന്റെ അകത്ത് അവന്റെ ആത്മാവ് ആക്റ്റീവാവും. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവിനകത്ത് വരുമ്പോൾ അത് ജീവിപ്പിക്കുന്ന ആത്മാവാണ്, ആക്റ്റീവാകാൻ. പക്ഷെ ഒരു എവിഡൻസ് ഉണ്ടാകത്തില്ല, ഒരു തെളിവ് ഉണ്ടാകത്തില്ല, പുറമെ തെളിവൊന്നും ഉണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ. ചിലർ ചോദിക്കും, എനിക്ക് പ്രത്യേകിച്ച് ഒരു തെളിവും, അതായത് ഞാൻ അന്യഭാഷ സംസാരിക്കുന്നില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ടോ? ചിലർ സംശയമാണ്. ചിലർ ചോദിക്കാറുണ്ട്, അങ്ങനെയാണ് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്? ഒരു വചനം വായിച്ചേ, 1 കൊരിന്ത്യർ 12:3. 1 കൊരിന്ത്യർ 12:3 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ഇവിടെ, പരിശുദ്ധ ആത്മാവിനാൽ അല്ലാതെ ആർക്കും യേശു കർത്താവാകുന്നു എന്ന് പറയുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ, പരിശുദ്ധാത്മാവിനല്ലാതെ ആർക്കും ജീസസ് ഈസ് മൈ ലോർഡ്, യേശു എന്റെ കർത്താവ് എന്ന് പറയുവാനായി കഴിയത്തില്ല. ഹല്ലേലൂയ. യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ച ഓരോ വ്യക്തിയെ സംബന്ധിച്ചോളം അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. അല്ലാതെ അവന് പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ കഴിയുകയില്ല എന്ന് വചനം പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ അകത്ത് എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. എന്നാൽ യേശു ഇതേ ശിഷ്യന്മാരോട് തന്നെ വീണ്ടും, യേശു സ്വർഗാരോഹണം ചെയ്തതിനു മുമ്പ് വീണ്ടും സംസാരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. യേശു ഇപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് അവരിലേക്ക് ഊതി. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അടുത്തതേ ശിഷ്യന്മാരോട് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്താണ് പിതാവിന്റെ വാഗ്ദത്തം? യേശു പറഞ്ഞു, ഞാൻ പോയി പിതാവിനോട് ചോദിക്കും, അവൻ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ വല്ലപ്പോഴും നിങ്ങളോട് ഇരിക്കേണ്ടതല്ല, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയക്കും. ഹല്ലേലൂയ. അതാണ് വാഗ്ദത്തം. ഇവിടെ പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് പോകാതെ എന്നോട് കേട്ടതുപോലെ പിതാവിന്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. അടുത്ത വചനം ശ്രദ്ധിച്ചേ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ.
അതിൻ്റെ മറ്റൊരു പ്രശ്നം ഇങ്ങനെയാണ് പറയുന്നത്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനുള്ള സ്നാനവും ലഭിക്കും. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചത് എങ്ങനെയാണ്? ആ യോർദാനിൽ വ്യക്തികൾ ഇറങ്ങി ആ വെള്ളത്തിൽ മുങ്ങി പുറത്തു വന്നു. ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുള്ള സ്നാനം ലഭിക്കും. സ്നാനം എന്ന വാക്ക്, ബാപ്റ്റിസം എന്ന വാക്കിന്റെ ഗ്രീക്ക് വേർഡ് ബാപ്റ്റൈസോ എന്ന വാക്കാണ്. ബാപ്റ്റൈസോ എന്ന് പറയാം. ആ വാക്കിന് അർത്ഥം എന്ന് വെച്ചാൽ ടു ഡിപ്പ് റിപ്പീറ്റഡ്ലി, വീണ്ടും വീണ്ടുമായി മുക്കി സബ്മർജ് ചെയ്യുക. ആ വാക്ക് കൂടുതലായി ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ഡ്രസ്സുകളൊക്കെ ഡൈ ചെയ്യും, അറിയാലോ. അതായത് ഇപ്പോൾ പല നിറത്തിലുള്ള കളറിലേക്ക് നമ്മുടെ വസ്ത്രങ്ങളെ മുക്കി 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 അവസാനം പുറത്തെടുക്കുമ്പോൾ ആ വസ്ത്രത്തിൽ മുഴുവൻ ആ ഡൈയുടെ നിറമായി ഒരിക്കലും മാറാതെ വണ്ണം മറ്റൊരു ഡ്രസ്സായി പുറത്തു വരും. അതാണ് ഡൈ ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായി? നിങ്ങൾക്കറിയാലോ, സാധാരണ ഒരു ക്ലോത്ത്, ഒരു തുണിയെ എടുത്ത് ആ ഡൈ ഏത് കളറാണോ വേണ്ടത് അതിനകത്ത് മുക്കി വെച്ച് അതിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അങ്ങോട്ട് പോയ തുണി ആയിരിക്കത്തില്ല, പുറകെ വരുമ്പോൾ ഏതാണോ ആ ഡൈയുടെ കളർ, ആ ഡൈയുടെ കളറായിരിക്കും ആ തുണിക്ക്. അതിനർത്ഥം ആ തുണി സ്നാനപ്പെട്ടു. ആ തുണി എന്ത് ചെയ്തു? ബാപ്റ്റൈസ് ചെയ്തു. ബാപ്റ്റിസോ എന്ന വാക്കിനർത്ഥം ഡൈ അടിക്കുക എന്നാണ്, ഡൈ മുക്കുക. അപ്പോൾ ഇവിടെ പറയുകയാണ്, അതേ വാക്ക് ഉപയോഗിച്ച് യേശു പറയുകയാണ്, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവോടുള്ള സ്നാനം ലഭിക്കും. അതിനർത്ഥം നിങ്ങൾ നേരത്തെ സംഭവിച്ചത്, ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഊതിയപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു. ശ്രദ്ധിച്ച് കേൾക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു. നിങ്ങളുടെ ആത്മാവ് ലൈവായി, മരിച്ചിരുന്ന ആത്മാവ് ലൈവായി. എന്നാൽ ഇപ്പോഴോ നിങ്ങൾ മറ്റൊരനുഭവത്തിലേക്ക് പോവുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ അനുഭവം ഒരു സ്പോഞ്ച് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നതാണ്. ആ സ്പോഞ്ചിനകത്തേക്ക് വെള്ളം ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ അനുഭവം ഈ സ്പോഞ്ചിനെ എടുത്തൊരു വെള്ളത്തിൽ മുക്കുന്നതാണ്. ആ വെള്ളത്തിൽ നിന്ന് സ്പോഞ്ച് പുറത്തെടുക്കുമ്പോൾ സ്പോഞ്ചിന്റെ എല്ലാ സെല്ലിലും വെള്ളം നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഡൈയുടെ അകത്തേക്ക് നിങ്ങളെ മുക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അകത്തായി, പരിശുദ്ധാത്മാവ് നിങ്ങളിലും നിങ്ങൾ പരിശുദ്ധാത്മാവിലും മാറുന്നതാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം. ആദ്യത്തെ കാര്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു, ഇപ്പോ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലായി. ഹല്ലേലൂയ. ഈ രണ്ട് എക്സ്പീരിയൻസ് നമുക്ക് വേണം. ഈ രണ്ട് അനുഭവവും നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ 120 പേർ അവിടെ മാളിക മുറിയിൽ കൂടിയിരുന്നു. എത്ര പേർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു? 120 പേരും നിറഞ്ഞു. അതിനർത്ഥം ഈ രണ്ട് എക്സ്പീരിയൻസും എല്ലാവർക്കും ഉള്ളതാണ്. ആർക്കെങ്കിലും സ്പെഷ്യലി ഉള്ളതല്ല, എല്ലാവർക്കും ഈ അനുഭവത്തിന് യോഗ്യതയുണ്ട്. എല്ലാവർക്കും ഉള്ളതാണ് ഈ അനുഭവം. ഹല്ലേലൂയ. അതായത് ആദ്യത്തെ അനുഭവമാണ് പലരും ആ അനുഭവത്തിൽ ലിമിറ്റ് ചെയ്യാറുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളുണ്ട്, ശരി തന്നെയാണ്, നിങ്ങൾ രക്ഷയുടെ വാഗ്ദത്തമായി മുദ്രയിട്ടിരിക്കുകയാണ്, ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ ദൈവം നിങ്ങൾ അധികമായി മറ്റൊരു കാര്യം കൂടി ആഗ്രഹിക്കുന്നു. നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നത് മാത്രമല്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിലാകണം. നേരത്തെ പറഞ്ഞ സ്പോഞ്ചിൽ വെള്ളം വീഴുമ്പോഴല്ല, സ്പോഞ്ച് വെള്ളത്തിലാകുമ്പോൾ വെള്ളത്താൽ നിറയപ്പെടും. നമ്മൾ പറയില്ലേ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെന്ന്. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ആകുന്നത്? ഒരു കാര്യവുമില്ലതായിട്ട് കാര്യമില്ലല്ലോ. എന്തിനാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയപ്പെടേണ്ടത്? എന്തിനാണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം വേണ്ടത്? എന്തിനാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഹല്ലേലൂയ. ആദ്യം പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു, ഇപ്പോഴോ മേൽ വരുമ്പോൾ. ഹല്ലേലൂയ. അപ്പൊ രണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് എൻ്റെ ഉള്ളിൽ വന്നു, രണ്ടാമത് എൻ്റെ മേൽ വന്നു. യേശു പരിശുദ്ധാത്മാവിനാലാണ് ജനിച്ചത്, ശരിയല്ലേ? കന്യക ഗർഭം ധരിച്ച് യേശു ജനിക്കുന്നതിന് പരിശുദ്ധാത്മാവിനാലാണ്. നമ്മുടെ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, നമ്മൾ വീണ്ടും ജനിക്കുന്നതും യേശു ഈ ഭൂമി ജനിച്ചതും ഒരുപോലെയാണ്. ഹല്ലേലൂയ. പത്രോസ് പറയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശിച്ചു പോകുന്ന ബീജത്താലല്ല, കെട്ടുപോകുന്നതല്ല, കെടാത്തതായ ദൈവവചനത്താൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. ശരിയല്ലേ? യേശു ജനിച്ചത് മാനുഷികമായ ബന്ധമല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡരക്തങ്ങളുടെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്. പരിശുദ്ധാത്മാവിനാലാണ് യേശു ജനിച്ചത്.
നാം ഓരോരുത്തരും വീണ്ടും ജനിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച യേശുവിന് 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാനമേറ്റ് കയറുമ്പോൾ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. അതാണ് രണ്ടാമത്തെ ബാപ്റ്റിസം, അതായത് രണ്ടാമത്തെ അനുഭവം. അതായത് ഒന്നാമത്തത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു, രണ്ടാമത്തത് മേൽ വന്നു. പരിശുദ്ധാത്മാവ് മേൽ വന്നപ്പോൾ ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനർത്ഥം എന്താണ്? നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാകുന്നത്? ശക്തി ഉണ്ടാകുന്നത്. ശക്തി ഉണ്ടാകും. ഉറക്കെ പറ, ശക്തി ഉണ്ടാകും. ആർക്കൊക്കെ ശക്തി വേണം? ശക്തി വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വേണം. Hallelujah. Without the Holy Spirit upon us, there is no power. സാത്താന് നിങ്ങളുടെ ഭാഷയൊന്നും വിഷയമല്ല, നിങ്ങൾ എത്ര കീറി വിളിക്കുന്ന വിഷയമല്ല. സാത്താന് മനസ്സിലാവുന്ന ഒരേ ഒരു ഭാഷയുള്ളൂ, പവർ, ശക്തി. അന്ധകാര രാജ്യത്തിന് മനസ്സിലാവുന്ന ഒരു ഭാഷ ഉണ്ടെങ്കിൽ അതൊന്നേ ഉള്ളൂ, അത് പവർ, ശക്തി മാത്രമാണ്. ഇവിടെ പറയുകയാണ്, യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. എങ്ങനെ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്, പ്രസംഗം കൊണ്ടല്ല, ശക്തി ലഭിച്ചാൽ നിങ്ങൾ ഭൂമിയറ്റത്തോളം എൻ്റെ സാക്ഷികളായി മാറും. അതായത് യേശുവിനെ യഥാർത്ഥമായി സാക്ഷീകരിക്കണമെങ്കിൽ പ്രസംഗത്തിനുള്ള കഴിവ് പോരാ, പാട്ടുപാടാൻ കഴിവ് പോരാ, ശക്തി വേണം. ഹല്ലേലൂയ, ശക്തി വേണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 4:20 പറയുകയാണ്, ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിൽ എത്രയാകുന്നു. നോട്ട് ഇൻ വേർഡ്സ് ബട്ട് ഇൻ പവർ. പവർ വേണമെങ്കിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും രക്ഷിക്കപ്പെട്ടാൽ മതി, സ്വർഗത്തിൽ പോയാൽ മതി, ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നിങ്ങളുടെ എന്താ പറയുക, വാഗ്ദത്തത്തിനായി നിങ്ങളെ മുദ്ര ചെയ്തിരിക്കുന്നു, ശരിയാണ്. പക്ഷേ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മ വരുമ്പോഴേ നിങ്ങൾക്ക് അവന്റെ സാക്ഷികളായി മാറാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അവന്റെ സാക്ഷികളായി മാറണമെങ്കിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരണം. ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരുടെ തെറ്റിദ്ധാരണകളാണ്. ഒന്നാണ്, ചിലർ പറയും പരിശുദ്ധാത്മാവിനോട് അധികമായി ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നമ്മൾ ദുരാത്മാവ് വരുമെന്ന്, ചില ഈവിൾ സ്പിരിറ്റ്സ് ആയിരിക്കും വരിക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലർ പറയും അങ്ങനെ ഈ സ്പിരിറ്റ്, ആത്മമണ്ഡലവുമായി ഒത്തിരി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ വന്ന് കയറുന്നത് ഏത് സ്പിരിറ്റാന്ന് അറിയാൻ പറ്റത്തില്ല, അത് ചിലപ്പോൾ ഈവിൾ സ്പിരിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇത് സാത്താന്റെ ഒരു വലിയ കള്ളമാണ്. ലൂക്കോസ് 11:11 ഒരു വചനമുണ്ട്, മനോഹരമായ ഒരു വചനമുണ്ട്. ലൂക്കോസ് 11:11 യേശു ചോദിക്കുകയാണ്, നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? ചോദ്യമാണ്. നിങ്ങളുടെ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഉത്തരം എന്താ? കൊടുക്കുന്നാണോ? കൊടുക്കത്തില്ല. അടുത്ത ചോദ്യം, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അതായത് ഒന്ന് ചോദിക്കുമ്പോൾ വേറൊന്നിനെ കൊടുക്കുമോ? ഇല്ല. മുട്ട ചോദിച്ചാൽ തേലിനെ കൊടുക്കുമോ? എവിടേക്കാ പോകുന്നത് യേശു അടുത്ത പറയാണ്. യേശുവിന് നന്നായി അറിയാമായിരുന്നു ഭാവിയിൽ ഇങ്ങനെയുള്ള കുറെ മെസ്സേജുകൾ വരും, അതിനുള്ള മറുപടി യേശു കൊടുത്തത്. അതാ പറയുന്നത്, ദോഷികളായ നിങ്ങൾ, മോശക്കാരായ നിങ്ങൾ, നിങ്ങളുടെ മക്കൾക്ക് അവർ ചോദിക്കുന്ന നല്ലതിനെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. എന്ന് വെച്ചാൽ പിതാവെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമെന്ന് പറയുമ്പോൾ ഈവിൾ സ്പിരിറ്റിനെ കൊടുക്കത്തില്ല. ഹലോ, പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ അധികമായി തരുമെന്ന് അവനെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവിനെ നീ പിതാവിനോട് ചോദിക്കുമ്പോൾ സൈഡിൽ കൂടെ ഒന്ന് ദുരാത്മാവിന് കയറാൻ വേണ്ടിയിട്ട് പിതാവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവല്ല. ഹോളി സ്പിരിറ്റ് ഈസ് മൈറ്റി. അവൻ ദൈവമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ അധികമായി വരാൻ നീ ആഗ്രഹിച്ചാൽ പിതാവ് പറയാണ്, ഞാൻ അധികമായി തരും. വിത്തൗട്ട് മെഷർ അധികമായി നീ ചോദിക്കും. എത്ര ചോദിച്ചാലും അവൻ നൽകുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവം ഇമ്മാനുവൽ അല്ല. യേശുവിന്റെ ജനനത്തിന് മുന്നേ പറയുന്നതാണ് ഗോഡ് വിത്ത് us. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഇന്ന് നമ്മോട് കൂടെയല്ല, ദൈവം നമ്മുടെ ഉള്ളിലാണ്. ക്രൈസ്റ്റ് ഇൻ us, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു വീടിനടുത്തിരിക്കുന്നതല്ല, നിന്റെ ഉള്ളിലിരിക്കുന്നു. ഇന്ന് എൻ്റെ ഉള്ളിലായിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്
തൻ്റെ പ്രവൃത്തി ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് ദൈവം വസിക്കുന്നു. നിങ്ങൾ ആ ദൈവത്തെ അലൗ ചെയ്താൽ, അനുവദിച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളിലൂടെ തൻ്റെ പ്രവൃത്തിയെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും അത്ഭുതം ചെയ്യണമെങ്കിൽ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വേണമായിരുന്നു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഗലീലിൽ നിന്ന് മടങ്ങി. പിന്നീട് അങ്ങോട്ട് നടന്ന കാര്യങ്ങളൊക്കെ ചരിത്രമാണ്. അവൻ്റെ ശ്രുതി നാടെങ്ങും പരന്നു. അവൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ ഗലീലിലേക്ക് പുറപ്പെട്ടു പോയി. പിന്നെ അങ്ങോട്ട് പോയതെല്ലാം അത്ഭുതങ്ങളുടെ ഭയങ്കരമായ കണക്കുകളാണ്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് അതുപോലെ വസിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ തന്നെയായും അത്ഭുതങ്ങളുടെ കണക്കുകളായിരിക്കും. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന് അധികമായി വേണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അധികമായി വേണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചുമക്കുന്ന നല്ല പാത്രമായിരിക്കണം. അതാണ് ഏറ്റവും മെയിൻ. ഹല്ലേലൂയ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഈ മെസ്സേജായിരുന്നു. നിങ്ങൾ കേൾക്കണം. നിങ്ങളെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യാൻ, പരിശുദ്ധാത്മാവിൽ അധികമായി വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനു മുന്നമേ അതിന് വസിക്കാൻ പറ്റുന്ന ഒരു പാത്രമായി നിങ്ങൾ മാറണം. അതാണ് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ്. കേൾക്കുക. ഹൗ ടു ബി എ വെസൽ ഓഫ് ഓണർ. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. പിന്നെ കുറച്ച് നാളുകൾ ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ് ആണ്. ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു, പരീക്ഷകൾ ഉണ്ടാകുന്നു. പക്ഷെ അതിലേക്ക് യേശു മറികടക്കുമ്പോൾ വചനം പറയുന്നു, സ്വർഗീയ ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. മറ്റൊരു തലം ഓപ്പൺ ആവുകയാണ്. ദൂതന്മാരുടെ ശുശ്രൂഷ അവിടെ ഓപ്പൺ ആവുകയാണ്. സ്വർഗീയ ദൂതന്മാരുടെ ശുശ്രൂഷ ഓപ്പണായി. ദൂതന്മാർ ഇറങ്ങി വന്ന് യേശുവിനെ ആശ്വസിപ്പിക്കുകയാണ്, ശുശ്രൂഷിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് അത്ഭുതങ്ങളുടെ വലിയ നിരയാണ്. നമ്മുടെ അത്ഭുതങ്ങൾക്ക് കൂടെ നിൽക്കുന്നത് സ്വർഗീയ ദൂതന്മാരുടെ ശുശ്രൂഷ വലിയ കാര്യമാണ്. നമ്മുടെ മിനിസ്ട്രിക്കകത്ത്, പേഴ്സണൽ ലൈഫിൽ സ്വർഗീയ ദൂതന്മാരുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. യേശുവിൻ്റെ ലൈഫിൽ എല്ലാ മേഖലയിലും ദൂതന്മാരെ കാണാൻ പറ്റും. ജനനം മുതൽ മരണം വരെ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജനിച്ചപ്പോൾ യേശുവിന്റെ ജനനം അനൗൺസ് ചെയ്ത് തന്നെ ദൂതന്മാരാണ്. യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോഴും അവിടെ ദൂതന്മാരുണ്ട്. ഗത്സമേൽ മരിക്കാനായി പോകുമ്പോൾ അതിനു മുമ്പ് ദൂതന്മാർ വന്ന് ബലപ്പെടുത്തുന്നുണ്ട്. മരിച്ച് കല്ലറയിലായിരിക്കുമ്പോൾ അവിടെ വന്ന് ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റുന്നു. അവിടെ ആ സ്ത്രീകളോട് നല്ല വാർത്തയെ വിളിച്ചു പറയുന്നു. അത് കഴിഞ്ഞ് യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവിടെയും ദൂതന്മാരുണ്ട്. എല്ലാ മേഖലയിലും സ്വർഗീയ ദൂതന്മാരെ കാണാൻ പറ്റും. യേശുവിനെ അയച്ചതുപോലെ പിതാവ് നമ്മൾ അയക്കുമ്പോൾ, യേശു ചെയ്തതുപോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ തീർച്ചയായും യേശു ഉണ്ടായിരുന്ന പോലുള്ള അസിസ്റ്റൻസ് നമുക്ക് വേണം. ഹല്ലേലൂയ. പീലാത്തോസ് പിടിച്ചു കെട്ടി വെച്ച് കൊല്ലുമെന്ന് പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഒന്ന് സംസാരിച്ചാൽ എനിക്ക് വേണ്ടി സ്വർഗീയ ദൂതന്മാരുടെ ഇറങ്ങും. യേശുവിൻ്റെ ചുറ്റും കാവലായി ദൂതന്മാരുണ്ടായിരുന്നു. നിങ്ങൾക്കും അതേ ദൂതന്മാരെ അവൈലബിൾ ആണ്. ഹല്ലേലൂയ. നിങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ളവരായിരുന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ശുശ്രൂഷയെ ഉപയോഗിക്കുവാനായി കഴിയും. നിങ്ങൾ സൗഖ്യമാക്കുവാനായി നിങ്ങളുടെ കൂടെ സ്വർഗീയ ദൂതന്മാർ നിങ്ങളെ സഹായിക്കും. ഒത്തിരി മേഖലകളിൽ ആ ദൂതന്മാരുടെ സാന്നിധ്യം കാണുവാനായി കഴിയും. ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു പറഞ്ഞു, എന്നിൽ പിതാവ് വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ലൂക്കോസ് 10:19 പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. അപ്പോൾ ദൈവം നൽകിയ അധികാരം ഭയങ്കരമാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ഇടിക്കാനോ തൊഴിക്കാനോ ശാസിക്കാനോ അല്ല, ചവിട്ടുവാൻ അധികാരം തരും. അതിന്റെ യഥാർത്ഥ വാക്ക് ട്രാമ്പിൾ അപ്പോൺ എന്നാണ്. ട്രാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെഡപ്പോൺ. ട്രാമ്പിൾ എന്നൊക്കെ വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചവിട്ടി മെതിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ പിന്നെ നികരത്തില്ല. ചവിട്ടിയതാ. ഈ ചവിട്ടി മെതിക്കുന്ന ആരാ? ആനയാണ് സാധാരണ ചവിട്ടി മതി. ആന ചവിട്ടിയ പിന്നെ ഉണ്ടോ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അങ്ങനെയാണ്. ആത്മമണ്ഡലം നിങ്ങളെ കണ്ടിരിക്കുന്നത്, ശത്രുവിനെ മുന്നിൽ നിങ്ങൾ നിൽക്കുന്നത് ചവിട്ടി മെതിക്കുന്നവരായിട്ടാണ്. നിന്റെ കണ്ണിൽ പെട്ടാൽ തീർന്ന്. നീ ചവിട്ടിയ പിന്നെ ശത്രു ഉയരത്തില്ല, നടുവിനെ ചവിട്ടി ഒടിക്കും. അതാണ് ദൈവം യേശു പറഞ്ഞ വാക്കതാണ്, നിങ്ങൾക്ക് ആ അധികാരം തന്നിരിക്കുവാണ്. അവൻ നിവർന്നിട്ട് വേണ്ട നിനക്ക് വരെ നീ പറയാൻ. നിനക്ക് അധികാരമുണ്ട്. ദൈവം അധികാരം അത്രമാത്രമാണ്. നിനക്ക് ശത്രുവിനെ ചവിട്ടി മെതിക്കുവാൻ അധികാരം തന്നിരിക്കുക. ഇത് രണ്ടിന്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. ആദ്യം പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വന്നു. ശരിയാണ്. യേശു കനാന്യ സ്ത്രീയോട് സംസാരിക്കുന്ന ഒരു ഭാഗം യോഹന്നാന്റെ
സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യേശുവിടെ പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. അതായത് ആ കിണറിൽ നിന്ന് കോരി കുടിക്കുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. അടുത്ത് പറയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടല്ലോ. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ, നമുക്കറിയാം ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, അത് കുടിക്കുന്നവന് ദാഹിക്കത്തില്ല. പിന്നെ ഒന്നിനെ കുറിച്ച് അവന് ദാഹമില്ല. അതെന്ത് ചെയ്യും? നിത്യജീവനായി പൊങ്ങുന്ന ഉറവയായി മാറും. ഫൗണ്ടൻ അറിയാവോ? നീരുറവ, അരുവി, കുഞ്ഞരുവി. അതായത് യേശുവിനെ കഥാവായി സ്വീകരിക്കുമ്പോൾ നിന്റെ അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിനക്ക് നിത്യജീവനെ കുറിച്ച് ഉറപ്പ് തരുന്നുണ്ട്. പിന്നെ നിനക്ക് ദാഹിക്കത്തില്ല, നിന്റെ ആത്മാവ് ടേസ്റ്റ് ചെയ്യപ്പെടത്തില്ല, ദാഹം മാറും. നിനക്ക് ദാഹം മാറാൻ ഓക്കെയാണ്, അതൊരു നീരുറവയാണ്, ഒരു ഫൗണ്ടനാണ്. ഇതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. എന്നാൽ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യോഹന്നാൻ 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ യേശു പറയാണ്, ദാഹിക്കുന്ന ഏവനും വന്ന് എന്നിൽ നിന്ന് കുടിക്കട്ടെ. ഇത് വേറൊരു തലമാണ്. നേരത്തെ വന്നത് നിന്റെ അകത്ത് പൊട്ടി ഒലിച്ച ചെറിയൊരു നീരുറവ, ഒരു ഫൗണ്ടൈനാണ്. അതുകൊണ്ട് വേറെ ആർക്കും ഗുണമില്ല, നിനക്ക് മാത്രമേ ഗുണമുള്ളൂ. നിനക്ക് മാത്രം ഒരു ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പൈതലാണ്, എനിക്ക് സ്വർഗം അവകാശമാണ്, ഞാൻ സ്വർഗീയ പിതാവിൻ്റെ മകനാണ്, നിന്റെ രക്ഷ ഉറപ്പാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നിന്റെ ദാഹം മാറി, ദാറ്റ്സ് ഓൾ. എന്നാൽ അടുത്ത് പറയാണ്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അങ്ങനെയുള്ളവൻ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ പുറത്തേക്ക് ഒഴുകും. അവിടെ ഫൗണ്ടൻ അല്ല, അവിടെ നീരുറവയല്ല, നദികൾ. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിൽ നിന്ന്, അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നദികൾ ഒഴുകും. ഹല്ലേലൂയ. അതായത് ഫൗണ്ടൻ എന്ന് പറയുന്നത് നിന്റെ ദാഹം തീർക്കാനാണ്. എന്നാൽ നദികൾ എന്ന് പറയുന്നത് അനേക രാജ്യങ്ങളുടെ ദാഹത്തെ ഒടുക്കാനാണ്. ഹല്ലേലൂയ. നിനക്ക് തീരുമാനിക്കാം, നീ സെൽഫിഷ് ആവണോ, സ്വാർത്ഥനാവണോ. നിനക്ക് മാത്രമായി ഒതുങ്ങണമെങ്കിൽ നിനക്കൊരു സാധാരണ ക്രിസ്ത്യാനികൾ ഒതുങ്ങി വീട്ടിലിരിക്കാം നിനക്കുള്ളത് വെച്ച്. എന്നാൽ നീ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാകണമോ, അനേകരുടെ ദാഹം തീർക്കണമോ, എങ്കിൽ നീ നീരുറവയായി മാറണം. നിന്റെ ഉള്ളിൽ ജീവജല നദികൾ പുറത്തേക്ക് ഒഴുകണം. അടുത്ത വാക്യം പറയുകയാണ്, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു യേശു പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഒന്ന്, ചെറിയൊരു നീരുറവ പോലെ വരും. അതാണ് ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ആദ്യം നിന്റെ ലൈഫിൽ സംഭവിച്ചത്. എന്നാൽ അതിനപ്പുറമായി ദൈവം മറ്റൊന്ന് ആഗ്രഹിക്കുന്നു, നിന്നിൽ നിന്നും ഈ നദികൾ ഒഴുകണം, അനേകർക്ക് അനുഗ്രഹമായി മാറണം. ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും അങ്ങനെയാണ്. ദൈവം അബ്രഹാം തുടങ്ങി ഇങ്ങോട്ട് നോക്കിയാൽ ദൈവത്തിന്റെ പദ്ധതി നിനക്ക് അനുഗ്രഹം തരണമെന്നല്ല, അതിനപ്പുറമായി നീ ഒരു അനുഗ്രഹമാകണമെന്നാണ് ദൈവത്തിന്റെ പ്ലാൻ. നിനക്ക് അനുഗ്രഹം തരണം എന്നുള്ളത് ആദ്യത്തെ കാര്യം, അതാണ് പരിശുദ്ധാത്മാവിന്റെ അകത്ത് വന്നത്. പക്ഷെ നീ ഒരു അനുഗ്രഹമാകണമെങ്കിൽ നിന്റെ അകത്ത് പോരാ, നിന്നിൽ നിന്ന് ഒഴുകണം. അബ്രഹാമിന് ദൈവം പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇന്നും തലമുറകൾ കഴിയുമ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം വന്നിരിക്കുകയാണ്. നമ്മളിലൂടെ അടുത്ത തലമുറകളിലേക്ക് ഇത് ഒഴുകണം. നാം ഒരു അനുഗ്രഹമാകണം. ഹല്ലേലൂയ. നമ്മുടെ ലെഗസി നിൽക്കണം ഇവിടെ, അനേകർക്ക് അനുഗ്രഹമാകണം. നിങ്ങളിലൂടെ ഈ നീരുറവ ഒഴുകണം. ഒരു ഫൗണ്ടനിൽ ഒതുങ്ങരുത്, ഒതുക്കി നിർത്തരുത്. നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഇതിൽ ഏതിൽ നിൽക്കണമെന്ന്. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ ഉള്ളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശു കർത്താവെന്ന് പറയാൻ കഴിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാണ്. നിങ്ങൾ എല്ലാവരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് ഉണ്ട്. പറ, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടിയാണ്, എന്നാൽ എൻ്റെ മേൽ വരുന്ന പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഓ, എനിക്കും എൻ്റെ കുടുംബത്തിന് മതി. പക്ഷേ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ പറ്റാത്ത ഉറവയായി അനേകർക്ക് അനുഗ്രഹമാകണമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി, ആത്മാവിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ നൽകിയിരിക്കുകയാണ്. എനിക്കറിയാം എൻ്റെ അകത്തുനിന്ന് ആത്മാവ്, റോമർ 8 പറയുകയാണ്, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവോട് ചേർന്ന് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ആത്മാവ് എന്നോട് ടെസ്റ്റിഫൈ ചെയ്യുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്, എന്താ ഉറപ്പ് തരികയാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു പ്രകാശമായി നീ എഴുന്നേറ്റ് പ്രകാശിക്കണം, അനേകർക്ക് അനുഗ്രഹമാകണം. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്ന അടുത്ത തലം. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും.
ഡുനാമിസ് പവർ നിന്നിലുണ്ടാകും. നിനക്ക് പിന്നെ അനേകർക്ക് അനുഗ്രഹമാകാൻ പറ്റും, എൻ്റെ സാക്ഷികളാകാൻ പറ്റും. യേശുവിനെ സാക്ഷിയാകുമെന്ന് വെച്ചാൽ യേശുവിനെ കുറിച്ച് പറയുക എന്നല്ല, യേശു നിന്നതുപോലെ നിൽക്കുക, യേശു ചെയ്തതുപോലെ ചെയ്യുക. അതാണ് വിറ്റ്നസ്, സാക്ഷി. കണ്ടതുപോലെ ചെയ്യുക. യേശു എങ്ങനെയായിരുന്നോ അങ്ങനെ ഇന്ന് ലോകത്തിന് യേശുവാകാൻ നിന്നെയും എന്നെയും ദൈവം കണ്ടിരിക്കുകയാണ്. നമ്മുടെ മേൽ പരിശുദ്ധാത്മ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മ വന്നു. അവിടെ കൊടുക്കുന്ന സിമ്പൽ ഇങ്ങനെയാണ്, യേശുവിൻ്റെ മേൽ പ്രാവ് രൂപേണ പരിശുദ്ധാത്മ വന്നു. എന്തുകൊണ്ടാണ് കഴുകനെ പോലെ വരാതെ? എന്താ കാക്കയെ പോലെ വരാത്തെ? പ്രാവ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പക്ഷിയാണ്, ശരിയല്ലേ? പ്രാവ് വളരെ സെൻസിറ്റീവാണ്. പരിശുദ്ധാത്മാവും വളരെ സെൻസിറ്റീവാണ്, വളരെ സെൻസിറ്റീവാണ്. പരിശുദ്ധാത്മാവ് ഒരു സാധനമല്ല, ഹിസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു മനുഷ്യനാണ്, ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ എന്താ പറയുക, ആളത്വമാണ് പരിശുദ്ധാത്മ. അതുകൊണ്ടാണ് എഫേസ്യൻസിൽ പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. എന്തിനാ കെടുത്താൻ പറ്റുന്നേ? തീയെ മാത്രമേ കെടുത്താൻ പറ്റൂ, ശരിയല്ലേ? ഹീസ് ലൈക്ക് എ ഫയർ. നിന്റെ മേൽ അവന്റെ തീ വരുമ്പോ നീ പോകുന്നിടത്തൊക്കെയും പ്രകാശമായി മാറും, നീ പോകുന്നിടത്തൊക്കെ ഇരുട്ട് മാറും, നീ പോകുന്നിടത്തൊക്കെയും ചില ബന്ധനങ്ങൾ അഴിയും, നീ പോകുന്നിടത്തൊക്കെയും അത്ഭുതങ്ങൾ നടക്കും. നിന്റെ മേലുള്ള തീയെ കെടുത്തിക്കളയാൻ നിനക്ക് പറ്റും. അതുകൊണ്ടാണ് കെടുത്തിക്കളയരുതെന്ന് പറയുന്നത്. നിന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ ആക്ഷൻസും, ഈച്ച് ആൻഡ് എവറി ആക്ഷൻസ്, എയ്തർ പ്ലീസ് ഓർ ഇറ്റ് വിൽ സാഡൻ. നമ്മളെ മേൽ വന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഓരോ ആക്ഷൻസും ഒന്നുകിൽ സന്തോഷിപ്പിക്കും അല്ലെങ്കിൽ ദുഃഖിപ്പിക്കും. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ ഓരോ ആക്ഷൻസും എന്താണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ മുന്നോട്ട് പോകാമെങ്കിൽ നിങ്ങൾ ആ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ ഒരു വെസലായിരിക്കും. നിങ്ങളിലൂടെ പരിശുദ്ധാത്മാ അധികമായി വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിന്റെ ഒരു സാക്ഷിയായി നിൽക്കാൻ തുടങ്ങും. ഇതൊരു കാഷ്വൽ ക്രിസ്ത്യാനിറ്റി അല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇറ്റ്സ് വെരി സീരിയസ്, വെരി വെരി സീരിയസ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെ സീരിയസ് ആണെങ്കിൽ, വളരെ കോൺഷ്യസ് ആണെങ്കിൽ, തീർച്ചയായും ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അധികമായി അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ ആ ശക്തി പുറപ്പെടുന്നത് കാണാനായി കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വന്ന പരിശുദ്ധാത്മാവ് അത് ശക്തിയാണ്. യേശുവിനെ മേൽ വന്ന പരിശുദ്ധാത്മാവ്, യേശുവിന്റെ വസ്ത്രം തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീയിലേക്ക് ആ ശക്തി പുറപ്പെട്ടു. അത് പുറപ്പെടുന്ന ശക്തിയാണ്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ശക്തിയാണ്. ഈ ശക്തിയെ കൊണ്ടു നടക്കാൻ, ഈ മൺപാത്രങ്ങളിൽ പകരുവാൻ സ്വർഗം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പാത്രത്തെ വെടിപ്പായി നീ സൂക്ഷിച്ചാൽ ഈ മൺപാത്രങ്ങളിൽ അവൻ ആ വലിയ ഗിഫ്റ്റിനെ പകരും, നിക്ഷേപത്തെ പകരും. ഹല്ലേലൂയ. ആ നിക്ഷേപമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്, ഏറ്റവും വലിയ ബ്ലെസ്സിങ്, ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലൊരു അനുഗ്രഹം വേറെ ഇല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ദൈവമാണ്. ആ ദൈവത്തെ ലിറ്ററലി ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ നിന്നെപ്പോലൊരു ഭാഗ്യവാൻ വേറെ ലോകത്ത് ആരുമില്ല. നിന്നെപ്പോലൊരു അനുഗ്രഹിക്കപ്പെട്ടവൻ വേറെ ആരുമില്ല. ഹല്ലേലൂയ. നീ തന്നെയാണ് അനുഗ്രഹം. കാരണം അനുഗ്രഹം നിന്റെ ഉള്ളിലാണ്. ലോകത്തിന്റെ സൃഷ്ടിതാവ് നിന്റെ ഉള്ളിൽ വന്നിരിക്കുമ്പോൾ, അവൻ നിന്റെ മേൽ ആവസിക്കുമ്പോൾ നീ ഒരു അനുഗ്രഹമാണ്. നീ ഒരു കല്യാണ വീട്ടിൽ പോയാൽ അവിടെ വീഞ്ഞ് തീർന്ന അവസ്ഥയാണെങ്കിൽ അവിടെ നിറവിന്റെ അവസ്ഥയായി മാറും. മരണ വീട്ടിൽ പോയാൽ അവിടെ സന്തോഷകരമായ അവസ്ഥയായി മാറും. എന്ത് മേഖലയായാലും നീ എവിടെ കൈവച്ചാലും അവിടെയൊക്കെ ഈ നിറവായിരിക്കും. കാരണം സകലത്തിനെ നിറയ്ക്കുന്നവന്റെ നിറവാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. സോ ബി കെയർഫുൾ. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആക്ഷൻസിനെ വളരെ ശ്രദ്ധിക്കുക. നല്ല പാത്രങ്ങളായി നമ്മെ തന്നെ മാറ്റുക. നമ്മൾ അധികമായി ആ പരിശുദ്ധാത്മാവിനെ ദൈവം പകരട്ടെ. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു ക്രൈറ്റീരിയ വച്ചിരിക്കുന്നത്? നമ്മളെ തന്നെ വെടിപ്പാക്കിയില്ലെങ്കിൽ പകർന്നുകൂടെ? പകരാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പകർന്നിട്ടുമുണ്ട്. പഴയ നിയമം നോക്കി അറിയാൻ പറ്റും. ശിംശോൻ ഒരു എക്സാമ്പിളാണ്. ശിംശോന്റെ മേൽ ദൈവം തന്റെ ആത്മാവിനെ പകർന്നു. പക്ഷെ ശിംശോന്റെ സ്വഭാവത്തിന് മാറ്റമില്ലായിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ആരുടെ ഉള്ളിൽ വസിച്ചിരുന്നില്ല, പുറത്ത് മാത്രമായിരുന്നു.
ഗൈഡ് ചെയ്യാൻ പറ്റിയില്ല. ശിംശോൻ തൻ്റെ ജീവിതം എങ്ങനെയൊക്കെയോ അങ്ങ് തുടർന്നു. വേശ്യമാരുടെ കൂടെ പോകുന്നു, ലൈഫ് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ മേലുണ്ടെന്നുള്ള അഹങ്കാരവും ഉണ്ടായിരുന്നു. 1-2 പ്രാവശ്യമൊക്കെ പാപത്തിൽ പോയപ്പോഴും അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പൊട്ടിച്ച് പുറത്തു വന്നു. അവൻ കരുതി എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഒരു സമയമായപ്പോൾ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുമാറി. വീണ്ടും അവൻ പാപത്തിൽ തുടർന്നു. നമുക്കറിയാം, അവൻ മരണത്തിലേക്ക് ചെന്ന് ചേർന്നു. നമ്മെ തന്നെ വെടിപ്പാക്കാതെ, നമ്മെ തന്നെ പണിയാതെ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അധികമായി പകരുമ്പോൾ ഈ പാത്രം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞേ, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നു വയ്ക്കത്തില്ല, തുരുത്തി പൊട്ടിപ്പോകും. അതുപോലെ പരിശുദ്ധാത്മാവിനെ പകർന്നാൽ നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ, നമ്മുടെ അൺറിന്യൂഡ് മൈൻഡ് നമ്മളെ നശിപ്പിക്കുവാനും നമ്മുടെ കൂടെ ഉള്ളവരെ നശിപ്പിക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട്, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. കഴിഞ്ഞ ദിവസം വായിച്ചതാണ് 2 തിമോഥെയോസ് 2-ാം അധ്യായം 7 മുതൽ വാക്യമാണ്, 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. അതിൽ വളരെ വ്യക്തമായി പറയുന്നു, ഹീന കാര്യങ്ങളിൽ നിന്ന് തന്നെ വെടിപ്പാക്കുന്നവൻ യജമാനന് പ്രയോജനമുള്ള നല്ല പാത്രങ്ങളായിരിക്കും. ആ പാത്രങ്ങളാണ് സ്വർഗം അതിനെ പകരുന്നത്, അധികമായ അളവില്ലാതെ പകരുന്നത്. ഹല്ലേലൂയ. അസാധാരണമായ കാര്യങ്ങൾക്കായി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുക. ഏറ്റവും മാനമായ പാത്രമായി ദൈവം ഉപയോഗിക്കട്ടെ. അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ മേലധികമായി പകരപ്പെടട്ടെ. ആ ശക്തി ധരിച്ചവരായി ലോകത്തിൻ്റെ അറ്റത്തോളം പോയി യഹോവയുടെ യേശുവിൻ്റെ സാക്ഷിയാകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ആമേൻ.